ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കല്യാണി തിരിഞ്ഞു പോവുകയാണ്. കല്യാണി തിരിഞ്ഞു പോയി കഴിഞ്ഞ് രഞ്ജന ആകെ ടെൻഷൻ അടിച്ച് ഇവളാണെങ്കിൽ അങ്ങോട്ട് കയറുന്നില്ലല്ലോ, ജസ്റ്റ് മിസ് എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കല്യാണി പോയത് താഴേക്കല്ല, നേരെ തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്കാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോവുക. അവൾ എന്തായാലും പോകുന്നത് താഴേക്കല്ല, ദേ വീണ്ടും മുകളിലത്തെ ആ നിലയിലേക്ക് തന്നെയാണ്. എടി, ഇതോടെ നിന്റെ കാര്യം അവസാനിക്കുമെടി. ഇനി ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ കാറോ നിന്റെ കിരണേട്ടനോ വേണ്ടി വരില്ല, മറിച്ച് ആംബുലൻസ് ആയിരിക്കും നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആലോചിച്ചിട്ട്. നമ്മളെന്തായാലും ഒന്നും അറിയാത്ത പോലെ ഇവിടെ നിന്ന് അങ്ങ് മാറിയേക്കാം, അല്ലെങ്കിൽ അവൾ വീഴുമ്പോൾ തന്നെ പോയി എടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് എഞ്ചിനീയർ രഞ്ജൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറുക. ഈ സമയം കല്യാണി അവിടേക്ക് ഇങ്ങനെ പുറത്തൊക്കെ നോക്കുക, എങ്ങനെയുണ്ട്, വീടൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. ഈ സമയം രൂപയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി. രൂപ CS-നെ വിളിക്കുകയാണ്. ചന്ദ്രേട്ട, എന്തു പറ്റി രൂപേ? എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു ചന്ദ്രേട്ട. എന്തിന്? ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കല്യാണി മോളെ വിളിച്ചിരുന്നു. ആണോ? എന്തിനാ മോളെ വിളിച്ചത്? അത് പിന്നെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ പേടി തോന്നിയെന്ന് അറിയില്ല. കല്യാണി മോളെക്കുറിച്ചുള്ള വേവലാതിയും പേടിയും ഒക്കെ വന്നത്. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. അപ്പം മോള് പറഞ്ഞു സൈറ്റിലാണെന്ന്. ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം, സൈറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ഓരോ സ്ഥലത്തും ഓരോരോ ആൾക്കാരുണ്ടാവുമല്ലോ, അവൻ്റെ രാഹുലിൻ്റെ, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടത് CS-ന് ആകെ പേടിയായി. എന്താടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, മോളെന്നോട് നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല ചന്ദ്രേട്ട, എൻ്റെ മനസ്സെന്തോ വല്ലാതെ പേടിയാവുന്നു. എന്തായാലും ഞാനൊന്ന് എൻ്റെ ഏട്ടൻ്റെ വീട് വരെ പോയിട്ട് വരാം. അവിടെ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊന്ന് നോക്കട്ടെ, അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്ക് ചന്ദ്രേട്ടനെ ഒന്ന് കാണണം. ശരിയാണോ? താൻ പോയിട്ട് വാ, എന്നിട്ട് എന്നെ വിളിക്കുക. ശരി ചന്ദ്രേട്ട എന്നും പറഞ്ഞ് രൂപ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനാകെ പേടിയായി. ഈശ്വര, എൻ്റെ കല്യാണി മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ, അവളെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ CS പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഇതേസമയം രൂപ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്താണെങ്കിലും അറിയണമല്ലോ എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അവിടെ പോയി കഴിഞ്ഞാൽ അവളോ ഇല്ലെങ്കിൽ അവനോ എന്നോട് എല്ലാ സത്യവും തുറന്നു പറയും. അതുകൊണ്ടൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാനൊരുങ്ങ. യാമിനി, എന്താ മാഡം? ഞാനൊന്ന് ഏട്ടൻ്റെ വീട് വരെ പോവുക. എന്തിനാ മാഡം ആ കാലൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ആ നേരത്തിന് മാഡത്തിന് ചന്ദ്രസേന സാറിനെ പോയി കണ്ടൂടെ? എൻ്റെ യാമിനി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോവുക. എനിക്കാണെങ്കിൽ മനസ്സിനൊരു മനസ്സമാധാനം ഇല്ല. എന്താ മാഡം, എന്തു പറ്റി? എൻ്റെ കല്യാണി മോളെക്കുറിച്ച് ഓരോരോ പേടി സ്വപ്നം പോലെ എനിക്ക് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. മോൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ഈശ്വര, എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് കരുതിയത്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ആങ്ങള കാരണം മാത്രമായിരിക്കുമല്ലോ. അവൻ്റെ വായിൽ നിന്നോ അവൻ്റെ ഭാര്യയുടെ വായിൽ നിന്നോ എന്തെങ്കിലും അറിയാണ്ട് വീണു പോയാൽ ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ മോളെ രക്ഷപ്പെടുത്താം. ഇല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല യാമിനി. ശരി മാഡം, എന്നാൽ പെട്ടെന്ന് പോയിട്ട് വാ. അങ്ങനെ ആ ബഗാസുരനും അയാളുടെ ഭാര്യയും കൂടെ കല്യാണി മോളെ എന്തെങ്കിലും ചെയ്താൽ വെറുതെ വിടരുത് മാഡം. അവരെ ഒന്നും വെറുതെ വിടില്ല യാമിനി, ഞാൻ വെറുതെ വിടില്ല. വെടിവെച്ച് കൊല്ലും ഞാൻ എല്ലാത്തിനെ. ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല. മാഡം അതൊന്നും ചെയ്യണ്ട, മാഡം എന്നെ ഏൽപ്പിച്ചാൽ മതി, എല്ലാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് യാമിനി ഈ സമയം രൂപ അവിടെ നിന്ന് പോവുക. രൂപ പോയി കഴിഞ്ഞതും യാമിനി, ഈശ്വര, കല്യാണി മോള് നല്ല മോളാ. ആ മോള് ഭഗവാനെ എല്ലാം ഒരുപാട് വിശ്വസിച്ച് കഴിയുന്ന കൂട്ടത്തിലാണ്. ആ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം പിന്നീട് രൂപ ശാരിയുടെ അടുത്തെത്തി. അപ്പോൾ രാഹുലോടെ ഉണ്ടായില്ല. എവിടെ പോയി ഏട്ടൻ? ഏട്ടനെ അയാളുടെ കാര്യമൊന്നും പറയണ്ട രൂപേ, ഓരോരിടത്ത് പോയി കറങ്ങി നടക്കുക. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇപ്പം അങ്ങേർക്കതൊന്നും ഒരു വലിയ ഇതില്ല. എന്ത് ചെയ്യാനാ, എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്ക് പിന്നെ സ്ഥിരതയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? ചങ്ങലൊക്കെ ഇടുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ല ഏട്ടത്തി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഞാൻ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു രൂപേ. എന്ത് കാര്യം എന്ന് രൂപ ചോദിക്കുക. നീ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏട്ടത്തി, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. കല്യാണിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ. ആണോ? അപ്പം അത് ഫലിക്കാൻ പോവുക രൂപേ?
അതെന്താ ഏട്ടത്തി? ഏട്ടത്തി എന്താ അങ്ങനെ പറഞ്ഞത്? എന്തു പറ്റും കല്യാണിക്ക്? അത് കേട്ടത് ശാരി, നിന്റെ ഏട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ മോളെ തോപ്പിക്കുന്ന ആ കല്യാണി ഇല്ലാതാകണമെന്ന്. പക്ഷെ അങ്ങേര് വല്ലതും ചെയ്യുന്നുണ്ടോ? അങ്ങേര് ഏതെങ്കിലും ഗുണ്ടകളെ വിട്ട കത്തിയായിട്ട് അങ്ങോട്ട് പോകുന്നതിന് പകരം കത്തിയായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ തന്നെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവൾ വർക്ക് സൈറ്റിലേക്ക് പോയിരിക്കുക അവനോടൊപ്പം. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായാലും അവൾ അവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വീഴും. അവിടെ അവൾ ചിതറി ഒരു ചാരം പോലും എടുക്കാൻ കിട്ടാത്ത അവസ്ഥയായി പോവും. കണ്ടോ, അവളുടെ മാംസങ്ങൾ പെറുക്കിയെടുക്കാനേ കിരണിന് പറ്റൂ. അത് കേട്ടതും രൂപ ഞെട്ടലോടുകൂടെ രൂപ ശാരിയെ നോക്കുക. എന്താ രൂപേ അത് കേട്ടപ്പോൾ നീ ഞെട്ടിയത്? ഏട്ടത്തി, അവൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടില്ലേ ഒരാളെ കൊല്ലാനുള്ള മനസ്സുണ്ടാകരുതെന്ന്. ഇതൊക്കെ പാപമാണ് ഏട്ടത്തി. എന്ത് പാപം? ഇത്രയും നാളും എൻ്റെ മോള് ഒരുപാട് അനുഭവിച്ചു. അവളെക്കുറിച്ച് ഓർത്ത്. അവൾ കാരണം എൻ്റെ മോളുടെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവൾ കാരണം എൻ്റെ മോൾക്ക് ഒന്നുമില്ലണ്ടായി. ഏട്ടത്തി, നിങ്ങൾ ഈ ചെയ്യുന്ന പാപങ്ങളൊക്കെ സരയുമ്പോളായിട്ട് അനുഭവിക്കും, അതിന് ജനിക്കുന്ന കുഞ്ഞായിട്ട് അനുഭവിക്കും. ഒന്നുമില്ല രൂപേ, ഇതൊക്കെ പഴയ കാരണന്മാരുടെ ഓരോരോ ഉപദേശങ്ങളല്ലേ, ഇതൊന്നും കേൾക്കണ്ട. എന്തായാലും കല്യാണി മരിക്കും, അവളും മരിക്കണം. ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാതെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരാളെ ഇറക്കിയത്. വളരെ രഹസ്യമായിട്ടാണ് ചെയ്തത്. ഞാനിത് രാഹുലേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏട്ടത്തി, നാളെ പോലീസ് അന്വേഷണം മറ്റും വന്നാൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കേണ്ട. എന്തായാലും നീ കുറച്ച് കാശ് ഒന്ന് സഹായിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. തരാടി, എൻ്റെ മരുമോളെ കൊല്ലാൻ ആളെ വിട്ടതിന് ഞാൻ നിനക്ക് കാശ് തരണം അല്ലേ? അങ്ങനെ എൻ്റെ മരുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കോടി എന്നും പറയുക. അപ്പോൾ രൂപയുടെ മുഖഭാവം അങ്ങ് മാറുന്നത് കണ്ട് നമ്മുടെ ശാരി, എന്ത് പറ്റി രൂപേ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. രൂപ പോയി കഴിഞ്ഞത് കല്യാണി അവൾ ഇതോടെ അവസാനിക്കും. രൂപയ്ക്ക് അത് കേട്ടപ്പോൾ എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. മോൻ്റെ ഭാര്യയല്ലേ, മരുമോളല്ലേ, എത്രയൊക്കെ വിഷമിച്ചിട്ടും കാര്യമില്ലടി രൂപയെ, നിൻ്റെ മരുമോള് മരിക്കും, അവളെ ഞങ്ങൾ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം വെളിയിൽ സരയുനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രൂപ വരുന്നുണ്ട്. എന്താ ആൻറ്റി വന്നപടി അങ്ങ് പോകുന്നേ? അപ്പോൾ മനോഹർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താ ആൻറ്റി പെട്ടെന്ന് പോകുന്നേ? ഞാൻ പോവാ മോനെ, ഒരു സമാധാനവും ഇല്ല. അതെന്താ? ഇവിടെ ഉള്ളവരൊക്കെ കൊലയാളിയുടെ മനസ്സുള്ളവരാ. കൊലയാളിയോ? ആരാ ആൻറ്റി? ആൻറ്റി എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നും സരയുൻ്റെ ചോദ്യം. നിന്നെയും നിൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ തന്നെയാണ് മോളെ. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞേ? മനുമോനെ കുറിച്ച് എനിക്കറിയില്ല. മനുമോൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലും അല്ല. അത് കേട്ടത് ഇവരെന്നെ പുകഴ്ത്തി പറയുകയാണല്ലോ, എന്താണോ എന്തോ എന്നങ്ങനെ മനസ്സിലാലോചിക്കുക. അല്ല ആൻറ്റി എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, കല്യാണി അവൾ എത്രയോ ദുഷ്ടത്തി ആയിക്കോട്ടെ, എനിക്കിഷ്ടമല്ലാത്തവളായിക്കോട്ടെ, പക്ഷേ എന്ന് കരുതി നമ്മളാരും ഒരു കൊല ചെയ്യാനൊന്നും തുനിഞ്ഞിറങ്ങരുത്. ഇപ്പം മോളുടെ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കല്യാണിയെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന്. കുറച്ച് നേരം കഴിഞ്ഞ കല്യാണി ചിന്നിച്ചിതറി മരിച്ചു പോകുമെന്ന്. അത് കേട്ടതും സരയു ചിരിച്ചു. ഹായ്, സത്യമാണ് ആൻറ്റി പറയുന്നേ? സത്യം മോളെ, എനിക്കിത് കേട്ടപ്പോൾ സഹിച്ചില്ല. എൻ്റെ ശത്രു ആയാലും മിത്രമായാലും ഒരാളെയും കൊല്ലുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. അപ്പോഴേക്കും മനോഹർ, മോളെ, ആൻറ്റിക്ക് നല്ല ദേഷ്യമായി തോന്നുന്നു കേട്ടോ. ആൻറ്റി പോയത് കണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് മോളെ. ഒരാളെ നമ്മൾ കൊല്ലാൻ പാടില്ല. നമ്മൾ ഗാന്ധിജിയെ പോലെ ചിന്തിക്കണം. നമ്മളെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്തിനാ കൊല്ലുന്നേ? നാളെ അവർ ചെയ്യുന്ന പാപങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിനെ വന്ന് അത് പെടാൻ പോകുന്നത്. എന്തായാലും മോളുടെ അമ്മയോട് ചെന്ന് പറ, അങ്ങനെ ആരെയും കൊല്ലൊന്നും വേണ്ടെന്ന്. മനുവേട്ടൻ എന്തൊക്കെ ഈ പറയുന്നേ? അവൾ എപ്പോഴെങ്കിലും ഒന്ന് ചാകുമല്ലോ എന്നും കരുതി സന്തോഷിച്ചിരിക്കുമോ ഞാൻ? എന്താണെന്നറിയാമോ, അവളെന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. അവളെന്നെ വേദനിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന് ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സ്വന്തം വീട് പോലും ഇല്ലാതായത് എന്നൊക്കെ പറയാം. വീടില്ലാതായതല്ലല്ലോ സരയോ, നീയല്ലേ വാടക വീട്ടെടുത്ത് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ താമസിക്കണമെന്ന് പറഞ്ഞത്? അത് ശരിയാണ്. പക്ഷെ എന്നാലും മനുവേട്ടൻ ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ എൻ്റെ സരയോ. അവർക്കൊരു വീടും പറമ്പൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയതല്ലേ. അത് ആരും അവരുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ കൊല്ലാനൊക്കെ നോക്കുന്നേ? കൊല്ലാൻ പാടില്ല മോളൂ. നമ്മളൊരു വലിയ പാപം ചെയ്താൽ അത് നമ്മുടെ കുഞ്ഞിനെ വന്ന് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടത് സരയുന് പേടിയായി. ഈശ്വര, ശരിയാണല്ലോ. ഇനി എൻ്റെ അമ്മയും അച്ഛനും ചെയ്യുന്ന പാപങ്ങൾ എൻ്റെ കുഞ്ഞനുഭവിക്കേണ്ടി വരുമോ? അത് കണ്ട് ഞാൻ കരയേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ നിൽക്കുക. ഈ സമയം രൂപ CS-ൻ്റെ അടുത്തെത്തി. ചന്ദ്രേട്ട, എനിക്കാകെ പേടിയാവുന്നുണ്ട് ചന്ദ്രേട്ട. എന്ത് പറ്റി രൂപേ? താൻ കാര്യം എന്താണെന്ന് പറ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുക. കല്യാണി മോള് സൈറ്റിൽ നിൽക്കുക. ആ സൈറ്റിൽ വെച്ച് കല്യാണി മോളെ
കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എൻ്റെ ഏട്ടത്തി. കല്യാണി സൈറ്റിൽ വെച്ച് താഴെ വീണ് ചിന്നിച്ചിതറിപ്പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ കിരൺമോൻ ചെന്ന് പീസുകൾ മാത്രമേ പിറക്കിയെടുക്കാൻ പറ്റുള്ളെന്നും. എനിക്ക് പേടിയാവുന്നു ചന്ദ്രേട്ട. എങ്ങനെയെങ്കിലും കല്യാണി മോളെ രക്ഷിക്കണം. ഏയ്, താൻ പേടിക്കണ്ടടോ, മോക്കൊരാപത്ത് സംഭവിക്കില്ല. എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കെ, മോളെ നമുക്ക് രക്ഷിക്കാം. പക്ഷേ അതിനു മുമ്പ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞിളക്കി വിടുന്ന ആണുങ്ങൾക്കിട്ടൊന്ന് കൊടുക്കട്ടെ. ആ രാഹുൽ അവൻ അനുഭവിക്കണം. അവൻ മാത്രമല്ല, അവളുടെ ഭർത്താവ് സരയുൻ്റെ ഭർത്താവ് അവനും അനുഭവിക്കണം. വീട്ടിലുള്ള ആണുങ്ങൾ കിടപ്പിലായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കുടെ അഹങ്കാരം ഒന്ന് അവസാനിക്കും. കൊലപാതകം വരെ എത്തി. നീ തൻ്റെ ഏട്ടത്തെ ചെയ്തു കൂടുന്ന ഓരോ കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റാത്തതാ. അവർക്കിട്ടുള്ള പണി ഞാൻ പിന്നാലെ കൊടുക്കുന്നുണ്ട് രൂപേ. എന്തായാലും ഞാനിപ്പോൾ സൈഡിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ഓടി കയറി പോവുകയാണ്. ഈ സമയം സൈറ്റിൽ കല്യാണി ആ തുമ്പത്തോടെ നടന്നുകൊണ്ടിരിക്കുക. ഈശ്വര ഭഗവാനെ, ഒരാപത്ത് സംഭവിക്കരുതേ എന്ന് CS പ്രാർത്ഥിച്ചുകൊണ്ട് കാറ് 100 സ്പീഡിൽ വിടുക. അപ്പോൾ രഞ്ജൻ, നടക്കടി, നടക്ക്, ഞാൻ ഉദ്ദേശിച്ച ആ പോയിന്റിൽ നീ എത്ത്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ കാല് മടങ്ങി, കാല് തെറ്റി പലക തെന്നി മാറി നീ താഴേക്ക് വീഴും. ഒരു വലിയ അപകടം നിന്നെ കാത്തിരിപ്പുണ്ട്. നീ വച്ച് കെട്ടിപ്പൊക്കുന്ന ഈ ബിൽഡിങ്ങിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. നിന്റെ ആത്മാവ് ഇവിടെ കിടന്നലയും. ഞാൻ നിന്നെ കൊല്ലാൻ വന്ന കാലനാണെന്നറിയാതെ എന്നെയും കൂടെ കൂട്ടി നീ ഇവിടെ വരെ എത്തി. ഇനി അങ്ങോട്ട് നിനക്ക് കഷ്ടകാലത്തിൻ്റെ സമയമാണ് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.